എപ്പിസോഡ് തുടക്കത്തിൽ നാമിനെയും ഹേസിക്കിനെയും കാണിക്കുന്നു. ഡ്രഗ് വിൽക്കുന്ന ലേഡിയെ ചോദ്യം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവൻ നാമിനെ അവന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അവൾ അടുത്ത ആഴ്ച എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് ഹേസിക്ക് അപ്പൊ നീ ലേണിംഗ് ടെസ്റ്റ് പാസ്സായോ എന്ന് ചോദിക്കുന്നു. അവളും അതെ എന്ന് പറയുന്നു. അപ്പൊ ഹേസിക്ക് അവളുടെ തലയിൽ കൈവച്ചിട്ട് ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ഗേൾ എന്ന് പറയുന്നു. അവൾ വേഗം വീട്ടിലേക്ക് വരണം, ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് പുറത്തിറങ്ങി അവനെ യാത്രയാക്കുന്നു. അവനും അവിടുന്ന് പോകുന്നു. ഷിയോയുടെ കയ്യിൽ ആന്റിഡോട്ട് ഉണ്ടെന്ന് പാവലിന് അറിയില്ലായിരുന്നു. ഇപ്പൊ അവരും അതൊക്കെ അറിയുന്നു. ബിയോം അവന് വിളിച്ചിട്ട് ആന്റിഡോട്ട് വിൽക്കുന്ന കാര്യം എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്ന് ചോദിക്കുന്നു. അവൻ ആന്റിഡോട്ട് കണ്ടെത്തിയത് ഞാനാണ്, അതുകൊണ്ട് അത് വിൽക്കാൻ എനിക്ക് നിങ്ങളുടെ പെർമിഷന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. എന്നിട്ട് പാവൽ ഗ്രൂപ്പിന്റെ ആകെയുള്ള വരുമാന മാർഗം ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് കൂടെ പറയുന്നു. ഇവിടെ ഹേസിക്ക് ആ ലേഡിയെ ചോദ്യം ചെയ്യുന്നു. അവൾ ഞങ്ങൾ പൈസക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നു. ഹേസിക്ക് ആന്റിഡോട്ട് എവിടുന്നാണ് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നു. അവൾ ആന്റിഡോട്ട് നിയന്ത്രിക്കുന്നത് ഡൂഗോയാണ്, കടലിൽ വസിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയുടെ ബ്ലഡ് ഉപയോഗിച്ചാണ് ആന്റിഡോട്ട് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നു. അവൻ നിനക്കെത്ര ക്ലയൻസ് ഉണ്ട് എന്ന് ചോദിക്കുന്നു. എനിക്ക് 100 ക്ലയൻസ് ഉണ്ട് എന്ന് അവളും പറയുന്നു. എന്നിട്ട് എന്നെ പോലെ ഒരുപാട് പേരെ ഡ്രഗ് വിൽക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പുറത്തൊരു പോലീസുകാരന്റെ കയ്യിൽ ഹേസിക്ക് നാമിനുള്ള ഡ്രസ്സ് കൊടുത്തയക്കുന്നു. ഇവിടെ കമ്മീഷണർ റിപ്പോർട്ടിന്റെ സത്യാവസ്ഥ അറിയാനായി ഷിയോയെ വിളിക്കുന്നു. അവൻ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് കോള് വെക്കുന്നു. ഇപ്പൊ ബോഡി ഗാർഡ് ഷിയോയുടെ അടുത്തേക്ക് വന്ന് ജൂവിന്റെ മകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ശേഷം ഷിയോ ബോഡി ഗാർഡിനെയും കൂട്ടി കമ്മീഷണറിന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഇപ്പൊ അവൻ ഓഫീസിലെത്തുന്നു. കമ്മീഷണർ നീ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവനും അതെ എന്ന് പറയുന്നു. അവനൊരു ഉളുപ്പും കൂടാതെ അത് സമ്മതിച്ചത് കണ്ട് കമ്മീഷണർ ഒന്ന് ഷോക്കാവുന്നു. ശേഷം അവനോട് പൊട്ടിത്തെറിക്കുന്നു. ഷിയോ ആകട്ടെ കമ്മീഷണറിന്റെയും അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും ഡീറ്റെയിൽസ് മൊത്തം പറയുന്നു. എന്നിട്ട് അയാൾ അടിച്ച് താഴെയിട്ട് നിന്റെ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൈസ തന്ന് സഹായിച്ചത് ഞാനാണ്, അത് നീ മറക്കണ്ട എന്ന് പറയുന്നു. എന്നിട്ട് ആകെ ഉണ്ടായിരുന്ന സാക്ഷി മരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് കേസ് തെളിയാനൊന്നും പോണില്ല, ഇനി നീയായിട്ട് അത് തെളിയിക്കാൻ നിൽക്കുകയാണെങ്കിൽ നീയും കൂടി ചേർന്നാണ് ഡ്രഗ്സ് വിറ്റതെന്ന് ഞാൻ എല്ലാവരോടും പറയും എന്ന് പറയുന്നു. ഇത് കേട്ട് കമ്മീഷണർ അതിന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അവൻ അതിനിവിടെ പ്രസക്തിയില്ല, പ്രോപ്പറായ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്താണോ അതാണ് പോലീസുകാർ വിശ്വസിക്കുക എന്ന് പറയുന്നു. എന്നിട്ട് എനിക്കെതിരെ നിൽക്കുകയാണെങ്കിൽ നിന്റെ ഫാമിലിയെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് പോകുന്നു. പാവൽ മാഫിയ കൂട്ടാളികൾക്ക് ഫിനാൻസ്, പൊളിറ്റിക്സ്, നിയമം എന്നിവയെ കുറിച്ച് ഒരു പ്രോപ്പറായ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഏജന്റ് ജൂവിനോട് പറയുന്നു. ജൂ അയാളോട് ഒപ്ലൻഡിയിൽ വരുന്നതിന് മുമ്പ് നിന്റെ ജോബ് എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു. അതൊക്കെ പിന്നീട് നിനക്ക് മനസ്സിലാവും എന്ന് അയാളും പറയുന്നു. ഇപ്പൊ ഇതൊക്കെ ജൂവും ഓർക്കുന്നു. ഇവിടെ ഹേസിക്ക് ആ ലേഡിയെ റിലീസ് ചെയ്യുന്നു. അവൻ ആന്റിഡോട്ട് വിറ്റ് കിട്ടിയ പൈസ മാഡത്തിന് കൊണ്ടുകൊടുത്തിട്ട് ഞാൻ ഈ പൈസയും കൊണ്ട് മുങ്ങാൻ നോക്കിയിരുന്നു, ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയാൻ പറയുന്നു. എന്നിട്ട് മാഡത്തിന്റെ അവസ്ഥ ഇപ്പൊ മോശമായിരിക്കും, അതുകൊണ്ട് നീ പറയുന്നതൊക്കെ അവർ വിശ്വസിച്ചോളും എന്നുകൂടെ പറയുന്നു. അവൾ അവനോട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. ഡ്രഗ്സ് വിൽക്കുന്ന ആളുകളുടെ ലിസ്റ്റ് കണ്ടെത്തണം എന്ന് അവനും പറയുന്നു. ഇവിടെ മാഡത്തിന് ഹെറിറ്റേജ് ക്ലബിൽ ക്യാമറ വെച്ചിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവരതൊക്കെ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നു. ഇപ്പുറത്ത് നാം യൂട്യൂബ് ഒക്കെ നോക്കി ഹേസിക്കിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു. ഈ സമയം ഷിയോ അവളെ വിളിച്ചിട്ട് അവളോട് വരാൻ പറയുന്നു. അവളും ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞ് കോൾ വെക്കുന്നു. ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് മേലുദ്യോഗസ്ഥൻ വരുന്നു. എന്നിട്ട് അടുത്ത ആഴ്ച പുതിയ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യും എന്ന് പറയുന്നു. ഹേസിക്ക് വാറന്റ് പാസ്സായോ എന്ന് ചോദിക്കുന്നു. എന്നാൽ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പാസ്സായിട്ടില്ല എന്ന് ഓഫീസറും പറയുന്നു. എന്നിട്ട് കമ്മീഷണർ അടക്കം ഒരുപാട് ഉദ്യോഗസ്ഥർ ഷിയോയുടെ ആളുകളാണ്, അതുകൊണ്ട് നമുക്ക് അവർക്കെതിരെ ഒരുപാട് തെളിവ് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. നമ്മുടെ കൈവശമുള്ള ഡ്രഗ്സ് തന്നെ തെളിവായി എടുത്തൂടെ എന്ന് ഹേസിക്ക് ചോദിക്കുന്നു. എന്നാൽ ആ ഡ്രഗ്സ് ഡൂഗോയാണ് വിൽക്കുന്നത് എന്നതിന് വേറെ തെളിവൊന്നുമില്ല എന്ന് ഓഫീസറും പറയുന്നു. ഇപ്പൊ അടുത്ത സീനിൽ ഹേസിക്ക് ഉറക്കം തൂങ്ങുന്നത് കാണിക്കുന്നു. ഇത് കണ്ട് ബാക്കിയുള്ളവർ അവനോട് പോയി റെസ്റ്റ് എടുക്കാൻ പറയുന്നു. ഇപ്പൊ ഹേസിക്കിന് നാം അയച്ചൊരു മെസ്സേജ് വരുന്നു. ഞാൻ വർക്കിന് പോവാണ്, നീ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ പോലീസുകാരൻ അവനോട് എന്ത് മെസ്സേജ് ആണെന്ന് ചോദിക്കുന്നു. അവൻ നാമിന്റെ മെസ്സേജ് ആണ്, അവൾ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ടതും അവരൊക്കെ അവന്റെ ചുറ്റും കൂടുന്നു. എന്നിട്ട് നിങ്ങൾ ലിവിംഗ് ടുഗദർ ആണോ എന്നൊക്കെ ചോദിച്ച് അവനെ കളിയാക്കുന്നു. ഇപ്പൊ കൂട്ടത്തിലുള്ള ഒരു പോലീസ് വളരെ താല്പര്യത്തോടെ നാമിന് സിബ്ലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾക്കൊരു ബ്രദർ ഉണ്ട് എന്ന് അവനും പറയുന്നു. ഇത് കേട്ട് അയാളുടെ പ്രതീക്ഷ അസ്തമിക്കുന്നു. ശേഷം എല്ലാവരും നമുക്ക് പോയി നാമിന്റെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഹേസിക്കിനെയും തൂക്കിയെടുത്ത് അവിടുന്ന് പോകുന്നു. ഇപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കാനായിരിക്കുന്നു. അവരത് വായിൽ വെച്ചതും അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ മാറുന്നു. അവർ ഇത്രയ്ക്ക് മോശപ്പെട്ട ഫുഡ് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഹേസിക്കിന് ഫുഡ് ഇഷ്ടപ്പെടുന്നു. അവൻ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടവർ ഇവന് പ്രേമ അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ നാം ഷിയോയുടെ ഓഫീസിലേക്ക് വരുന്നു. എന്നാൽ അവൻ അവിടെ ഉണ്ടാവില്ല. ഈ സമയം അവൾ അവന്റെ ടേബിളിൽ ഡൂഗോ
ഡൂഗോയുടെ റിസർച്ച് ലാബിന്റെ ഫയൽ കാണുന്നു. അവൾ അത് നോക്കാനായി നിന്നതും ഷിയോ അങ്ങോട്ടേക്ക് വരുന്നു. അത് കണ്ട് അവൾ അവനെ കൈവീശി കാണിക്കുന്നു. ഷിയോ അവളോട് നിന്റെ റൂംമേറ്റ് ആണെന്നല്ലോ എന്ന് ചോദിക്കുന്നു. അവളും അല്ലെന്ന് പറയുന്നു. ശേഷം അവൻ അവളോട് നിനക്ക് ഞാൻ ഇവിടുത്തെ പൗരത്വം എടുത്തു തരട്ടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവൾ നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. ഇത് കേട്ടവൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത് എന്ന് പറയുന്നു. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്റെ മംഗോളിയൻ പാരന്റ്സ് എന്നോടെല്ലാം സ്വയം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അവളും പറയുന്നു. അവൻ എങ്കിൽ ഞാൻ നിനക്ക് താമസിക്കാനായി പുതിയൊരു സ്ഥലം കണ്ടെത്തി തരട്ടെ എന്ന് ചോദിക്കുന്നു. അവൾ ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ് എന്ന് പറയുന്നു. ഇത് കേട്ടവൻ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത് എന്ന് നീ തന്നെ പറ എന്ന് പറയുന്നു. നീ എന്നോടെല്ലാം തുറന്നു പറയണം എന്ന് അവളും പറയുന്നു. ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോടും ഇങ്ങനെ ഓപ്പണായി സംസാരിച്ചിട്ടില്ല. ഇനി നിനക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് ചോദിച്ചോ, ഞാൻ എല്ലാം പറയാം എന്ന് പറയുന്നു. നാമ് ഡൂഗോക്ക് എന്തിനാണ് റിസർച്ച് ലാബ്, അവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവൻ നീ എന്തിനാ അത് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നു. എല്ലാം അറിഞ്ഞാലേ എനിക്ക് എന്റെ ജോലി നന്നായി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവളും പറയുന്നു. ഇത് കേട്ടവൻ ഞാൻ പിന്നീട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാം എന്ന് പറയുന്നു. ഇവിടെ ജൂ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ അവളെ ആരും ഫോളോ ചെയ്യുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. ശേഷം അവൾ എങ്ങോട്ടോ നടന്നു പോകുന്നു. അയാളും അവളെ ഫോളോ ചെയ്യുന്നു. അത് ബ്രെഡിന്റെ സ്റ്റാഫ് ആയിരുന്നു. അങ്ങനെ അവൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവളെ കാണാതാവുന്നു. അവനും അവൾ എവിടെ പോയെന്നൊക്കെ നോക്കുന്നു. അപ്പൊ പെട്ടെന്ന് ജൂ അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ കഴുത്തിൽ പിടിച്ചു പൊക്കുന്നു. ഇപ്പൊ ബ്രെഡിനെ കാണിക്കുന്നു. ഈ സമയം ജൂ സ്റ്റാഫിന്റെ ഫോണിൽ നിന്ന് ബ്രെഡിനെ വിളിച്ചിട്ട് അവളെ വന്ന് കാണാൻ പറയുന്നു. ജൂ കഴുത്തിൽ പിടിച്ചതുകൊണ്ട് തന്നെ അവന്റെ സൗണ്ട് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൾ സെക്രട്ടറിയെ വിളിച്ച് അവനെ നോക്കാൻ പറയുന്നു. അയാള് വന്ന് അവനോട് ഒരു പാട്ട് പാടാൻ പറയുന്നു. അവനും അത് പാടാനൊക്കെ നോക്കുന്നു. ഇവരുടെ ഈ പാട്ടൊക്കെ കേട്ട് ജൂ അവരോട് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയുന്നു. ഈ സമയം ബ്രെഡ് അങ്ങോട്ടേക്ക് വരുന്നു. സ്റ്റാഫ് തന്റെ സൗണ്ട് പോയ കാര്യമൊക്കെ അവനോട് പറയുന്നു. ശേഷം അവൻ ജൂവിനെ കാണാനായി പോകുന്നു. ബ്രെഡ് നീ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞ് എന്തിനാ അങ്ങനെ ഡ്രാമ കളിച്ചത് എന്ന് ചോദിക്കുന്നു. ജൂ അത് മൈൻഡ് ആക്കാതെ നീയും ഷിയോയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുന്നു. അവനും അതിന് മറുപടി കൊടുക്കാതെ നീ എന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനല്ലേ ഇങ്ങനെ നാടകം കളിച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിക്കുന്നു. അവൾ ഞാൻ നിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനൊന്നല്ല ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഷിയോയെ കുറിച്ച് ചോദിക്കുന്നു. നീ ഇങ്ങനെ എപ്പോഴും അവനെ കുറിച്ച് തന്നെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അവനോട് അസൂയ തോന്നും എന്ന് ബ്രെഡും പറയുന്നു. ഇത് കേട്ട് ജൂവിനാകെ ദേഷ്യം വരുന്നു. അവൾ വീണ്ടും നീയും ഷിയോയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുന്നു. അവൻ ഞാനത് നിന്നോട് പറയണമെങ്കിൽ നീ എന്നെ ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഇപ്പൊ ഒരു പോലീസുകാരൻ നമുക്ക് ഈ ജാക്കറ്റ് പ്രസ്സിനെ ഏൽപ്പിച്ച് സത്യം തെളിയിച്ചാലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അതിന്റെ ഡയറക്ടർ അടക്കം ഹെറിറ്റേജ് ക്ലബിലെ മെമ്പർ ആണ് എന്ന് വേറൊരു പോലീസും പറയുന്നു. ഈ സമയം ഹേസിക്ക് ആ ജാക്കറ്റ് എടുത്തിട്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറയുന്നു. പോലീസുകാരനാകട്ടെ ഈ ജാക്കറ്റിന് നല്ല വലുപ്പുണ്ടല്ലോ, ഇതൊക്കെയാണ് റഷ്യക്കാര് ധരിക്കാറ് എന്ന് ചോദിക്കുന്നു. അപ്പൊ കണ്ണട വെച്ച പോലീസ് ഈ ജാക്കറ്റ് ധരിക്കാൻ വേണ്ടിയല്ല, കൂടുതൽ ഡ്രഗ്സ് കുത്തി നിറയ്ക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. ഇത് കേട്ട അയാൾ എടാ ഭയങ്കര, നീ ഒരു ജീനിയസ് ആണല്ലോ എന്ന് പറയുന്നു. ഈ സമയം ഹേസിക്ക് ആ ജാക്കറ്റും കൊണ്ട് അവിടുന്ന് പോകുന്നു. ശേഷം അവൻ ആ ജാക്കറ്റും ധരിച്ച് ജൂവിന്റെ കമ്പനിയിലേക്ക് വരുന്നു. അവന്റെ വരവ് കണ്ടാൽ ഒരു ജാക്കറ്റ് നടക്കുന്നതായിട്ടേ തോന്നുള്ളൂ. ഇപ്പൊ അവൻ ജൂവിന്റെ ഓഫീസിലെത്തുന്നു. തന്റെ മുന്നിൽ ഒരു ജാക്കറ്റ് നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് അവള് പേടിക്കുന്നു. പിന്നീടാണ് അത് ഹേസിക്കാണെന്ന് അവൾക്ക് മനസ്സിലായത്. ശേഷം ജൂ പിയെ വിളിച്ചിട്ട് ഒരു ലൈവ് ഷോ നടത്തണം എന്ന് പറയുന്നു. അടുത്ത സീനിൽ പിയെ ടാക്സിയിൽ കയറുന്നു. ജൂ അവളെ വിളിച്ചിട്ട് നിനക്ക് വരാനായി ഒരു കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിയെ അവളോട് ഞാൻ ടാക്സിയിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കോള് വെക്കുന്നു. അപ്പൊ ഡ്രൈവർ കയ്യിലുണ്ടായിരുന്ന മരുന്ന് അവൾക്ക് നേരെ എറിഞ്ഞതും അവിടെ മൊത്തം പുകയൊക്കെ വന്ന് അവളുടെ ബോധം പോകുന്നു. ഇവിടെ ഷിയോ നാമിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഇപ്പൊ അവന്റെ ഫോണിലേക്ക് സാർ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരുന്നു. ശേഷം ഷിയോ നാമിന്റെ ഡ്രസ്സൊക്കെ ശരിയാക്കി കൊടുത്തിട്ട് അവളോട് ഗുഡ് നൈറ്റ് പറയുന്നു. അവളും അവിടെ നിന്ന് പോകുന്നു. ഇപ്പുറത്തെ ലൈവ് നടത്താനായി എല്ലാവരും തയ്യാറായി നിൽക്കുന്നത് കാണിക്കുന്നു. പിയെ മാത്രം വരാത്തത് കണ്ട് ജൂ അവൾക്ക് വിളിക്കുന്നു. എന്നാൽ അവളുടെ ഫോൺ ഓഫ് ആയിരുന്നു. ഇത് കണ്ട് പിയയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ജൂവിന് മനസ്സിലാവുന്നു. ഇപ്പൊ നാമ് ഹേസിക്കിന്റെ വീട്ടിലെത്തുന്നു. ഹേസിക്ക് സോഫയിൽ ഉറങ്ങുന്നത് കണ്ടവൾ അവനെ എടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തുന്നു. ശേഷം അവൾ പോവാനായി തിരിഞ്ഞതും ഹേസിക്ക് അവളുടെ കൈ പിടിച്ച് അവന്റെ അടുത്തിരുത്തി അവളെ കിസ് ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്.